വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സഹായത്തിനുള്ള വഴി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 5-ാം വാക്യം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആദിമസഭ പ്രാർത്ഥനയുടെ ശക്തി വ്യക്തമായി മനസ്സിലാക്കി. തിരുവെഴുത്ത് നമ്മോട് പറയുന്നു, ഈ സമയത്താണ് ഹെരോദാവ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ വേണ്ടി പിടികൂടിയത്. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊല്ലിച്ചു. യഹൂദന്മാർക്കിടയിൽ ഇത് അംഗീകരിക്കപ്പെട്ടതായി കണ്ടപ്പോൾ അവർ പത്രോസിനെയും പിടികൂടി. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥിക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ അപ്പോസ്തലന്മാരിൽ ഒരാളായ യാക്കോബിന് നഷ്ടം സംഭവിച്ചതായി വിശ്വാസികൾ മനസ്സിലാക്കി. പത്രോസിനെ അതേ രീതിയിൽ നഷ്ടപ്പെടുത്തരുതെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു. അപ്പോൾ അവർ എന്താണ് ചെയ്തത്? പത്രോസിനെ തടവിൽ സൂക്ഷിച്ചിരുന്നു. എന്നാൽ സഭ അവനു വേണ്ടി ദൈവത്തോട് നിരന്തരം പ്രാർത്ഥന നടത്തി. ഹെരോദാവ് അവനെ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ ആ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിനു മുൻപിൽ കാവൽക്കാർ കാരാഗൃഹം കാവൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതാ കർത്താവിന്റെ ഒരു ദൂതൻ അവന്റെ അടുക്കൽ നിന്ന് കാരാഗൃഹത്തിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വശത്ത് തട്ടി എഴുന്നേൽപ്പിച്ച്, വേഗം എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. അവന്റെ ചെങ്ങലകൾ അവന്റെ കയ്യിൽ നിന്നും വീണു. അപ്പോൾ ദൂതൻ അവനോട് പറഞ്ഞു, നീ അരകെട്ടി ചെരുപ്പുകൾ ഇട്ടുകൊള്ളുക. അവൻ അങ്ങനെ ചെയ്തു. അവൻ അവനോട് പറഞ്ഞു, നിന്റെ വസ്ത്രം ധരിച്ച് എന്നെ അനുഗമിക്കുക എന്ന്. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികൾ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചതിനാൽ ഒരു ദൂതൻ ഇറങ്ങി വന്നു. തടവറ ഇളകി. പത്രോസിന്റെ ചെങ്ങലകൾ അഴിഞ്ഞുമാറി. അവൻ സ്വതന്ത്രനായി. ഒരിക്കൽ ഒരു സമർപ്പിതയായ അമ്മ പറഞ്ഞു, എൻ്റെ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴെല്ലാം പരീക്ഷ ആരംഭിക്കുന്ന നിമിഷം ഞാൻ മുട്ടുകുത്തി തുടർച്ചയായി പ്രാർത്ഥിക്കുന്നു. അവർ കഴിയുന്നതുവരെ ഞാൻ മുട്ടുകുത്തി നിൽക്കുന്നു. തീർച്ചയായും നമ്മുടെ കുട്ടികളുമായി പരീക്ഷാ ഹാളിലേക്ക് പോകാൻ നമുക്ക് കഴിയുകയില്ല. അവരുടെ കാതുകളിൽ പ്രോത്സാഹനം മന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് അവരോടൊപ്പമുണ്ട്. അവർക്ക് ജ്ഞാനം നൽകാൻ നാം കർത്താവിനോട് അപേക്ഷിക്കുന്നു. അവൻ അങ്ങനെ ചെയ്യുന്നു. നാം പ്രാർത്ഥനയിൽ അവരെ ഉയർത്തുന്നു. അവൻ അവരെ അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവരെ സഹായിക്കുമോ? അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യാക്കോബ് 5-ാം അധ്യായം 17-ാം വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 29-30 അധ്യായങ്ങൾ, വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 23-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.